കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ സാക്ഷ്യങ്ങളൊക്കെ കേൾവിക്കാരാകുന്ന നിങ്ങൾക്ക് ആശ്വാസമാകുന്നു എന്ന് അറിയുന്നതിൽ കർത്താവിനെ വാഴ്ത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുവാനായി കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനുവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ചാനലിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവദാസനെ എന്തൊക്കെയുണ്ട്? ഓക്കെ, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയം ഞങ്ങൾക്ക് ദാനമായി തന്നതോർത്ത് സ്തോത്രം. അല്പം മിനിറ്റ് അവിടുത്തെ ഹൃദയമായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലിരിക്കട്ടെ. തന്നിലൂടെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ എല്ലാവർക്കും അനുഗ്രഹമായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഓക്കെ പാസ്റ്റർ, തുടർന്നുള്ള സമയങ്ങൾ ദൈവദാസൻ്റെ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജോയ്സ് ടി ചാനലിലൂടെ എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഈ അവസരത്തിൽ എന്നെ ക്ഷണിച്ചതായ പ്രിയ കർത്താവിൻ്റെ ദാസനോടുള്ള സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. ഈ ചാനലിൽ കൂടി എൻ്റെ എളിയ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ ദൈവജനത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ സാക്ഷ്യം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവിക വിടുതലിനും നന്മയ്ക്കും കാരണമായി തീരട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. എൻ്റെ പേര് പാസ്റ്റർ ബിനു. ഞാൻ തിരുവനന്തപുരം എന്ന ജില്ലയിൽ പാലോട് എന്ന സ്ഥലത്ത് IPA ഇന്ത്യ പെന്തക്കോസ്റ്റൽ അസംബ്ലി ഫുൾ ഗോസ്പൽ എന്ന ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ സുവിശേഷ വേലയിലായിരിക്കുന്നു. എൻ്റെ കുറച്ച് അനുഭവങ്ങൾ പ്രിയ പ്രേക്ഷകരുമായി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ പേര് ബിനു എന്ന് പരിചയപ്പെടുത്തിയത്. ഞാൻ വിവാഹിതനും 2 കുഞ്ഞുങ്ങളുടെ പിതാവുമാണ്. എനിക്ക് ഒരു ഭാര്യ, മൂത്ത മോള് +2 കഴിഞ്ഞ് നിൽക്കുന്നു, ഇളയവൻ 10ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. കുടുംബമായി ഞങ്ങൾ ദൈവത്തിലുള്ള ബന്ധത്തിലായിരിക്കുന്നു. എൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ്. സെവന്ത് ഡേ അഡ്വൻസ് എന്ന ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ ഓർമ്മ വെച്ച സമയം മുതൽ, അറിവായി വന്ന സമയം മുതൽ ദൈവിക വചനങ്ങൾ കേട്ടും ദൈവിക ആലോചനകൾ കേട്ടും സൺഡേ സ്കൂൾ പഠിച്ചുമൊക്കെ. അന്ന് സൺഡേ സ്കൂൾ എന്ന് പറയത്തില്ല, ശനിയാഴ്ച മിഷനാണ്. അങ്ങനെ ദൈവവചനം പഠിച്ചൊക്കെ വളർന്നു വന്ന ഒരു സാഹചര്യമായിരുന്നു. എൻ്റെ ജനനത്തിൻ്റെ 6ാം മാസം പോളിയോ ബാധിച്ച്, ആ സമയത്ത് ഞങ്ങളുടെ ദേശത്ത് ഈ പോളിയോ രോഗം എന്ന രോഗം പടർന്ന് പിടിക്കുന്ന ഒരു സമയമായിരുന്നു. ഞാൻ ഉൾപ്പെടെ ഒത്തിരി പേർ, ആ സമയത്ത് ജനിച്ചു വീണ ഒത്തിരി പേർക്ക് പോളിയോ ബാധിതരായി തീരുവാനും ശാരീരികമായ വൈകല്യങ്ങൾ ഉണ്ടാകുവാനും ഇടയായി തീർന്നു. ഞാനും അപ്രകാരമായിരുന്നു. ശാരീരിക വൈകല്യങ്ങൾ, ഒരു വലത്തെ കാലിന് ബലമില്ലാത്തൊരനുഭവത്തിൽ, തളർന്നൊരനുഭവത്തിൽ. എന്നാൽ എൻ്റെ അമ്മ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ അമ്മ ഇങ്ങനെ ഒരു നേർച്ച നേർന്നു. എൻ്റെ മകൻ തനിയെ എഴുന്നേറ്റ് പരസഹായം കൂടാതെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ വരുമെങ്കിൽ എൻ്റെ ദൈവവേലയ്ക്ക് സമർപ്പിക്കാമെന്ന് അമ്മ ഇങ്ങനെ ഒരു നേർച്ച നേരുവാൻ ഇടയായി തീർന്നു. അന്ന് പറഞ്ഞു കേട്ടത്, ഞാൻ ആ ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് എന്നെ കുളിപ്പിച്ചു. ആരുടെയും സഹായം കൂടാതെ തന്നെ ഒറ്റയ്ക്ക് നടന്ന് പള്ളിയിൽ പോയി എന്ന് എൻ്റെ മാതാവ് പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ വളർന്നു വരും തോറും പറയാറുണ്ട്, നീ ദൈവവേലയ്ക്കുള്ളവനാണ്, ദൈവം സൗഖ്യം തന്നതാണ്, ദൈവനാമത്തിന് വേണ്ടി ജീവിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ എന്തായാലും ആ ഒരു അറിവും ഓർമ്മയും വെച്ച് അങ്ങനെ തന്നെയാണ് ഞാനും വളർന്നു വന്ന. ദൈവിക കൂട്ടായ്മകളിൽ പങ്കെടുത്തും അങ്ങനെ വചനമൊക്കെ പഠിച്ചും അഭ്യസിച്ചും ഇങ്ങനെ വരുന്ന കാലഘട്ടത്തിൽ എൻ്റെ 10ാം ക്ലാസ് പഠനം കഴിഞ്ഞും തുടർ പഠനത്തിനായി അങ്ങനെ നിൽക്കുന്ന സമയത്ത്, അതിനു മുമ്പ് ഞാൻ 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ കാണുവാൻ എൻ്റെ അമ്മയുടെ ഒരു സഹോദരൻ തന്നെ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് ആദ്യമായി പോവുകയും അദ്ദേഹം ഞങ്ങളെ ഇങ്ങനെ വിളിച്ചു. ഞങ്ങളുടെ കുടുംബപരമായി ഒരു സെവന്ത്-ഡേയിലായിരുന്നെങ്കിലും അവിടെ മാതാപിതാക്കളും അവരുടെ ബന്ധുക്കളും സഹോദരങ്ങളൊക്കെ അടങ്ങിയ ഒരു കൂട്ടായ്മയായിരുന്നു അത്.
കുടുംബതലത്തിൽ ചെറിയ നിസ്സാര വിഷയങ്ങൾ വന്നത് നിമിത്തം ആ സഹോദരങ്ങൾ തമ്മിൽ പകയും പിണക്കവും ഒക്കെ ആയി. അങ്ങനെ എൻ്റെ അപ്പൻ പൊതുവെ പള്ളിയിൽ പോകാതെ അങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. കാര്യം സഹോദരങ്ങളൊക്കെ അടങ്ങുന്ന ആ പള്ളിയിൽ പിന്നെ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളും ആരാധനയ്ക്കൊക്കെ പോകാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയം എൻ്റെ അമ്മ എന്തായാലും ദൈവത്തെ ആരാധിക്കാതിരിക്കേണ്ട എന്ന് പറഞ്ഞു അടുത്തുള്ളൊരു CSI സഭയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. തുടർന്ന് കുറേ നാൾ അങ്ങനെ CSI പള്ളിയുമായി ബന്ധപ്പെട്ടു അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കവെയാണ് ഒരു പ്രഭാതത്തിൽ എൻ്റെ മാമൻ പറഞ്ഞു, നമുക്ക് ഇന്നൊരു പുതിയ ആ, ആലയത്തിലേക്ക് പള്ളിയിലേക്ക് പോകാം, അവിടുത്തെ ആരാധന എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് എന്നെയും എൻ്റെ സഹോദരൻ, എനിക്ക് മൂത്തതൊരു സഹോദരി, എൻ്റെ ഇളയവനൊരു സഹോദരൻ, അങ്ങനെ ഞങ്ങളെ 3 പേരെയും പറഞ്ഞ് രാവിലെ കുളിച്ചൊരുങ്ങി നിൽക്കണം, നമുക്ക് പുതിയൊരു പള്ളിയിലോട്ട് ഇന്ന് മുതൽ പോകണം നാളെ മുതൽ പോകണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച രാവിലെ ഇങ്ങനെ കുളിച്ചൊരുങ്ങി നിന്നു. മാമ വന്ന് ഞങ്ങളെ കൂടെ, അപ്പൊ അമ്മയും ഞങ്ങളോട് കൂടെ വന്നു. അങ്ങനെ AG സഭയോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ദേശത്ത് ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിച്ച ഒരു സഭയാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ. അങ്ങനെ ആ സഭയിലേക്ക് ഞങ്ങൾ കടന്നു പോകുവാനിടയായിത്തീർന്നു. ആ സമയത്ത് വളരെ മുമ്പ് തന്നെ എൻ്റെ സഹോദരിക്ക് ശരീരമാസകലം ചൊറിച്ചിൽ പോലുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു. ശരീരം മൊത്തവും ചൊറിച്ചിലാണ്. പലപ്പോഴും ഞങ്ങളൊക്കെ വഴക്ക് പറയാറുണ്ട്. മെനക്കെട്ട് ഇങ്ങനെ ചൊറിയുമ്പോൾ ഞങ്ങളൊക്കെ വഴക്ക് പറയാറുണ്ട്. പഠിക്കുന്ന സമയത്ത് പഠിക്കാനൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പലപ്പോഴും, ഞാനും എൻ്റെ അനിയനൊക്കെ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ സഹോദരി ഇരുന്ന് കരയുമായിരുന്നു. അതിന് ഒത്തിരി മന്ത്രവാദികളുടെ അടുത്തൊക്കെ പോയി അതിനൊരു പരിഹാരം നോക്കിയെങ്കിലും അതിനൊന്നും പരിഹാരം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കവെയാണ് ഞങ്ങൾ AG സഭയോടുള്ള ബന്ധത്തിൽ കടന്നു പോകുവാനിടയായത്. പോയ സമയത്ത് അന്ന് തന്നെ അവിടുത്തെ ദൈവദാസൻ എൻ്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എണ്ണ പ്രാർത്ഥിച്ചു കൊടുക്കുവാനിടയെ ഇങ്ങനെ അത് ശരീരത്തിൽ പുരട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കൃപയാലെ ദൈവം അത്ഭുതകരമായൊരു വിടുതൽ എൻ്റെ സഹോദരിക്ക് നൽകുവാനിടയായി. അന്നു മുതൽ ഞങ്ങൾ പിന്നെ AG സഭയോടുള്ള ബന്ധത്തിൽ പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ തന്നെ, പെന്തക്കോസ് എന്താണെന്നോ ഏതാണെന്നോ അത് കളിയാക്കുന്ന ഒരു സമൂഹം ആണ്, വേർപെട്ട സമൂഹമാണെന്നൊന്നും അറിയാത്തൊരു സമയമായിരുന്നു. എങ്കിലും ആ കൂട്ടായ്മ എനിക്ക് ഉത്സാഹമായിരുന്നു, ആ കൂട്ടായ്മകൾ കടന്നു പോകുവാൻ. അങ്ങനെ ആ കൂട്ടായ്മകൾ കടന്നുപോയി. അവിടെയും സൺഡേ സ്കൂളൊക്കെ പഠിച്ചു, വചനമൊക്കെ പഠിച്ചു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു 8, 9 ക്ലാസ്സിലൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ പിള്ളേരുമായിട്ട് കൂട്ടുകൂടാനും വെളിയിലൊക്കെ പോകുവാനും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എനിക്ക് ലഭിച്ചു. അങ്ങനെ പോകുന്ന സമയത്ത് 10 കഴിഞ്ഞപ്പോ എൻ്റെ പോക്ക് കണ്ടപ്പോ അപ്പന് മനസ്സിലായി, ഒരു പക്ഷേ ഇവങ്ങനെ പോയാൽ ദൈവവേലയൊന്നും ചെയ്യത്തില്ലെന്ന് കണ്ട എൻ്റെ പിതാവ് എന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് തന്നെ ഞങ്ങളുടെ ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് തിരുവല്ല പായിപ്പാട്, ഞങ്ങളുടെ സഭയും വന്നതായിരുന്നു ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്. ആ സഭയിലുള്ള കൂട്ടായ്മയിലുള്ള ബന്ധത്തിൽ ഞാൻ പായിപ്പാടുള്ള ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് എന്ന കോളേജിലേക്ക് പോകുവാനും 3 വർഷക്കാലം ഡിപ്ലോമ പഠിക്കുവാനും ഒക്കെ ഇടയായി. ദൈവവചനം പഠിച്ചു. ആ സമയത്തൊക്കെ ദൈവവചനത്തിൽ തന്നെ നിലനിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രസംഗിക്കുവാനും ഒക്കെ ഉള്ള കൃപ ദൈവം തന്നിരുന്നു. എന്നാൽ ക്രമേണ പഠിത്തമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു. തുടർന്ന് പഠിക്കണമെന്നൊക്കെ ഹൃദയത്തിൽ വളരെ ആഗ്രഹമുണ്ടായിരുന്ന ദൈവവചനത്തിൽ. എന്നാൽ വീട്ടിലേതായ ബുദ്ധിമുട്ടും സാഹചര്യങ്ങളും പ്രാരാബ്ധങ്ങളും ഒക്കെ കൊണ്ട് തുടർന്ന് പഠിക്കുവാൻ സാധിക്കാതെയായി. അങ്ങനെ ക്രമേണ ചില മാസങ്ങൾ അങ്ങനെയൊക്കെ പള്ളിയിൽ വചനം ശുശ്രൂഷിച്ചും പ്രാർത്ഥിച്ചും കൂട്ടായ്മകളിൽ പങ്കെടുത്തൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സാഹചര്യം. എന്നാൽ വേണ്ട വിധത്തിൽ ഒരു കൈത്താങ്ങൾ തരുവാനോ ദൈവവചനത്തെ നിലനിൽക്കുവാനോ ദൈവവേലയിൽ പ്രയോജനപ്പെടുത്തുവാനോ അന്നുള്ള ദൈവദാസന്മാരെ കൊണ്ട് കഴിയാതെ പോയി. ഞാനും ക്രമേണ ഒരു തൊഴിലൊക്കെ പഠിക്കണം, ഇങ്ങനെ ഇരുന്നാൽ ശരിയാകത്തില്ല എന്നൊക്കെ, ഒറ്റയ്ക്ക് ഇരുന്നാൽ ശരിയാകത്തില്ല എന്നൊക്കെ ചിന്തിച്ച ഒരു തൊഴിൽ പഠിക്കുവാൻ കടന്നുപോയി. അങ്ങനെ തൊഴിലൊക്കെ പഠിക്കുന്ന ആ സമയത്ത് പിന്നെ അങ്ങനെ ലോകമോഹത്തിലേക്ക് വഴുതി വീഴുവാനിടയായി. കൂട്ടുകൂടുവാനും കൂട്ടുകൂടി നടക്കുവാനും ആരാധനകളൊക്കെ മുടക്കം വരുവാനും അങ്ങനെ ദൈവവചനം വിട്ടുള്ള പിന്നെ ഒരു ജീവിതത്തിലേക്ക് ഞാൻ മാറിപ്പോകുവാനിട. കാര്യം വേണ്ടത്ര കൈത്താങ്ങൾ തരുവാനും ദൈവവചനത്തിന് നിലനിൽക്കണമെന്ന് പറയുവാനും അന്ന് ഞങ്ങളുടെ ആലയത്തിൽ പാഴ്സനേജ് ഉണ്ടായിരുന്നെങ്കിലും നിന്ന് പ്രവർത്തിക്കാൻ ദേവദാസന്മാരില്ലായിരുന്നു. അപ്പോൾ അവര് ഞായറാഴ്ച വരും, ആരാധന നടത്തും, അവരങ്ങ് പോകും. പിന്നെ നമുക്ക് വേണ്ട കൈത്താങ്ങൾ തരാൻ ആരുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ അത് തെറ്റിപ്പോകുവാനല്ലത്. അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ തന്നെയാണ്. യൗവന സമയത്ത് വഴി തെറ്റി പോകുന്ന ഒരു സമയമായിരുന്നല്ലോ.
അങ്ങനെ ഞാനും വഴിതെറ്റി പോകുവാൻ ഇടയായി തീർന്നു. കൂട്ടുകൂടുവാനും ആ പിന്നെ ആ, സിനിമകൾ കാണാനും എന്ന് വേണ്ട ഈ ലോകത്തിന്റെ എന്തൊക്കെ ദുർമാർഗത്തിലേക്ക് ജീവിക്കാൻ പറ്റും, ദൈവം പറഞ്ഞതായ ചില കൽപ്പനകളെ തന്നെ തെറ്റിക്കുവാനിടയായ, അല്ലെങ്കിൽ ലംഘനത്തിൽ ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന പാപമൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി വഴിതെറ്റിപ്പോയി. പിന്നെ ആരാധനകൾക്കൊക്കെ മുടക്കം വന്ന ആരാധനയിൽ നിന്നും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നൊക്കെ ഏറെ അകന്നു പോകുവാനിടയായി. എങ്കിലും ദേവദാസന്മാരൊക്കെ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ വളരെ അച്ചടക്കത്തോടെ പ്രാർത്ഥനകൾക്കൊക്കെ സഹകരിക്കുമെങ്കിലും കൂട്ടായ്മകളിൽ നിന്നൊക്കെ അങ്ങ് അകന്നു പോകുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ പ്രായം ഇങ്ങനെ ഏറി വരുന്നു. എൻ്റെ മാതാവ് എനിക്കൊരു വിവാഹത്തിന് വേണ്ടി പലരെയും കാണുവാനും പെൺകുട്ടികളെ അന്വേഷിക്കുവാനൊക്കെ തുടങ്ങി. എങ്കിലും യാതൊരു സാധ്യതകളും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒത്തിരി വർഷങ്ങൾ, ഒത്തിരി സഹോദരിമാരെയൊക്കെ പോയി, അല്ലെങ്കിൽ സ്ത്രീകളെ പോയി, പെൺകുട്ടികളെ കണ്ടു. ഒക്കെ വഴിതെറ്റിപ്പോയി. അതൊക്കെ അങ്ങ് അകന്നു പോകുവാനിടയാ. അല്ലെങ്കിൽ വിവാഹ ജീവിതം ഒക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അതിന് തയ്യാറാവാത്തത് കൊണ്ട് പലപ്പോഴും കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ നിന്ന് പോകത്തേ ഉള്ളൂ, നിനക്ക് കല്യാണമൊന്നും ആകത്തില്ല, നിന്റെ ഭാവി ഇങ്ങനെയൊക്കെ ആകത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ നിരന്തരം പരിഹസിക്കുകയും നിന്ദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിന്മേലുണ്ടായിരുന്നു. വളരെ അന്നൊക്കെ ഞാനും പലപ്പോഴും ചിന്തിച്ചെടുത്താകുമ്പോൾ എന്തിനിങ്ങനെ ജീവിക്കുന്നത്, ആർക്കും വേണ്ടാതെ എന്ന് ആത്മഹത്യ ചെയ്താലോ എന്നൊക്കെ പല ആവർത്തി ഞാനും ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലും എൻ്റെ ചുറ്റിലും എപ്പോഴും കൂട്ടുകാർ കാണും, വീട്ടിൽ വരും, പലരും വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കും. അങ്ങനെ ഒത്തിരി കൂട്ടുകെട്ട് ഉള്ള ഒരു സമയമായിരുന്നു. അതുകൊണ്ട് ഏകനായിട്ട് ഇരിക്കാൻ ഇടയൊന്നിട്ടില്ല. എന്നാൽ പലപ്പോഴും നിരാശ എൻ്റെ ചേച്ചിമാരുണ്ടായിരുന്നു, എന്തുകൊണ്ട് വിവാഹ ജീവിതം നയിക്കുന്നില്ല എന്നൊക്കെ. അങ്ങനെ ഇരിക്കവേ എൻ്റെ മറ്റൊരു മാമൻ തന്നെ ഇങ്ങനെ പിന്മാറ്റത്തിലായിരുന്നു എൻ്റെ അടുത്ത് വന്നതിനെ ഏറെ സ്നേഹിച്ച മാമൻ എൻ്റെ അടുത്ത് വരികയും, ബിനു ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, ദൈവവചനം പഠിച്ച് ഞങ്ങളെക്കാളൊക്കെ നന്നായി വചനം അറിയുകയും ശുശ്രൂഷിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബിനു. ഇങ്ങനെ നടന്നാൽ ശരിയാകത്തില്ല, പള്ളിയിലൊക്കെ വരണം, ദൈവമായിട്ട് കൂട്ടായ്മ ആചരിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ പുതിയൊരു ദേവദാസ സ്ഥലം മാറി വന്നപ്പോൾ എൻ്റെ കാര്യങ്ങൾ പറയുവാനിടയായി. യാദൃശ്ചികം ഒരു ദിവസം ഞങ്ങൾ റോട്ടിൽ വെച്ച് കണ്ടപ്പോൾ എൻ്റെ മാമൻ പറഞ്ഞു, ഇതാണ് ബിനു എന്ന് പറഞ്ഞു. അപ്പൊ ആ ദേവദാസൻ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ പറഞ്ഞ പുള്ളിക്കാരെ ഇതാണോ ബൈബിളിലൊക്കെ പഠിച്ച എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദേവദാസനും ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ എന്നൊരു ചിന്ത എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹം പറഞ്ഞ, നാളെ എന്തായാലും പള്ളി വരണം, നിങ്ങളെ കുറിച്ചൊക്കെ എപ്പോഴും പ്രിയ സഹോദരൻ പറയാറുണ്ട്, നിങ്ങൾ പ്രസംഗിക്കും, ദൈവവചനം പഠിച്ച ആളാണ് നിങ്ങൾ, അതുകൊണ്ട് നാളെ പള്ളി വരണം, ഉറപ്പായിട്ടും വരണമെന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും ദേവദാസന് വാക്ക് കൊടുത്ത്, ശരി ദാസൻ, നാളെ ഞാൻ പള്ളിയിലെത്താം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പിറ്റേന്ന് ഞായറാഴ്ച പള്ളിയിൽ പോയി. തുടർന്ന് പിന്നെയും അങ്ങനെ ദൈവ ആരാധനയായിട്ട് കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോയി. പക്ഷെ വിവാഹ ജീവിതം യാതൊന്നും ശരിയാകാതെ വളരെ മാനസികമായ ഒരു വിഷമത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ തന്നെ ഏകനായി ചില ദിവസങ്ങൾ വേർപ്പെട്ടിരുന്ന ദൈവത്തിന് ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഒരുങ്ങി. ആ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി ദൈവം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ നൽകുവാൻ ഇടയായി ചേർന്നു. അങ്ങനെ ഞങ്ങള് സന്തോഷമായ ആ കൂട്ടായ്മയിൽ തന്നെ ഇങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പല ഉപവാസങ്ങളിലും വരുന്ന ദൈവദാസന്മാരൊക്കെ ദൈവത്തിലേക്ക് ഇറങ്ങണം, ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങണം, ദൈവവിളിയുള്ള മനുഷ്യനാണ് എന്നൊക്കെ പലപ്പോഴും ദൈവാലോചന പറയുന്ന ഞാൻ പലപ്പോഴും പറയും, ദൈവദാസന്മാർക്ക് ഇങ്ങനെ തലയിൽ തൊട്ടിട്ട് ദൈവത്തിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് പോയാൽ നമ്മൾ എവിടെ ഇട്ട് ഇറങ്ങും, ആരുടെ അടുക്കൽ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഞാനത് മാറ്റി വെക്കാറുണ്ട്. ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. പ്രാർത്ഥിച്ചതുപോലെ, ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചതുപോലെ മൂത്തൊരു പെൺകുഞ്ഞിനെയും ഇളയതായിട്ട് ഒരു ആൺകുഞ്ഞിനെയും ദൈവം നൽകുവാനിടയായി. അങ്ങനെ ചില നാളുകൾ, ചില വർഷങ്ങൾ പോകുന്ന എൻ്റെ ആൺകുഞ്ഞിന് ഏകദേശം 2 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു ദിവസം അവന് പെട്ടെന്നൊരു പനി കടന്നു വരുവാനിടയായി. എന്നാൽ എൻ്റെ അന്നത്തെ സാഹചര്യങ്ങൾ വെച്ച് ആശുപത്രി കൊണ്ടുപോകാനുള്ള സാമ്പത്തികമൊന്നും കയ്യിലില്ലാത്തത് കൊണ്ട് ചില ദിവസങ്ങൾ അങ്ങനെ അവനെ വെച്ചുകൊണ്ടിരുന്നുള്ള കയ്യിലിരുന്ന മരുന്നൊക്കെ കൊടുത്തെങ്കിലും പനി കൊണ്ട് കടുക്കുവാനിടയായി. പലരും വന്ന് ആശുപത്രി കാണിക്കണം, കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തുള്ള ഒരു വ്യക്തിയിൽ നിന്ന് അല്പം സാമ്പത്തികം കടം വാങ്ങി കഴക്കൂട്ടത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് എൻ്റെ മകനെ കൊണ്ടുപോയി. ചില ദിവസങ്ങൾ അവിടെ കിടന്ന് ചികിത്സിച്ചെങ്കിലും എൻ്റെ കുഞ്ഞിനെ ആ കൊണ്ടുപോയൊരു അനുഭവത്തിൽ നിന്ന്
ഒരു മാറ്റം കാണുവാനിടയായില്ല. എന്നാൽ അതൊരു പ്രൈവറ്റ് ആശുപത്രിയാണ്. വിട്ടുകൊണ്ട് കിടന്നാൽ ഒത്തിരി സാമ്പത്തികമാവും. ഇതൊക്കെ കൊണ്ട് വളരെ ഒരു ചിന്താഭാരം എനിക്ക് ഉണ്ടാകുവാനിടയായി ചെന്ന് ചില ദിവസങ്ങൾ കണ്ണുപോലും തുറക്കാതെ, അമ്മയുടെ മടിയിൽ നിന്ന് ഇറങ്ങാതെ, അവളുടെ കയ്യിൽ തന്നെ ഇരുന്ന് കണ്ണുപോലും തുറക്കാതെ വല്ലാത്തൊരു അനുഭവമായിരുന്നു അവന്റെ അനുഭവം. എന്നാൽ ഞാനും വളരെ ഭാരപ്പെട്ടു. അത് എങ്ങനെ പോയാൽ എന്ത് ചെയ്യാൻ? ഞാൻ ഡോക്ടറോട് പറഞ്ഞു, പരിശോധിക്കുന്ന ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഇവിടെ നിന്നും മാറ്റം തരണം, അല്ലെങ്കിൽ റെഫർ ചെയ്യണം, ജനറൽ ആശുപത്രി കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണിക്കാം. ഇവിടെ എനിക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഫീസൊക്കെ അടയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് എനിക്ക് റെഫർ ചെയ്ത് തരണമെന്ന് പറയുവാനിടയായി. എന്നാ ഒരു ലേഡി ഡോക്ടറായിരുന്നു. അവന് പരിശോധിച്ചു. ആ ഡോക്ടർ പറഞ്ഞു, ഭാരപ്പെടേണ്ട, എൻ്റെ ഫീസ് ഞാൻ പറഞ്ഞ് കുറച്ചോളാം. ഞാൻ അവന് മാറി മാറി മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ഒരു ഭേദവും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കേട്ട് വളരെ ഭാരത്തോടെ നിൽക്കുമ്പോൾ വന്ന് രണ്ട് ദേവദാസന്മാർ, എൻ്റെ ഒരു ദേവദാസനും എൻ്റെ സഭയിലെ ദേവദാസനും മറ്റൊരു ദേവദാസനും പ്രാർത്ഥിക്കുവാൻ വന്നു, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വന്നു. അപ്പൊ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞാൻ വെളിയിൽ നിൽക്കുകയായിരുന്നു. എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞ്, അപ്പൊ അദ്ദേഹം എന്നെ പാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. വന്ന ദേവദാസൻ പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങൾ ദൈവവേലയ്ക്കൊക്കെ തീരുമാനിച്ച് നേർന്നൊക്കെ ഇറങ്ങിയ മനുഷ്യനല്ലേ, നിങ്ങൾ ദൈവവേല ചെയ്യണം, നിങ്ങൾ മടങ്ങി വരണം, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അതാണ്. നിങ്ങൾ ദൈവവേല ചെയ്തില്ലെങ്കിൽ, സമർപ്പിച്ചില്ല എങ്കിൽ അവർക്ക് എന്നോട് കുഞ്ഞു മരിച്ചു പോകും എന്ന് പറയുവാനുള്ളൊരു മടി. അവർ പറഞ്ഞ്, നിങ്ങൾ ഇറങ്ങിയാലേ ശരിയാകത്തുള്ളൂ, എങ്കിൽ കുഞ്ഞിന് ദൈവം വിടുതൽ കൊടുക്കത്തുള്ളൂ എന്ന് പറയുവാനിടയായി. അന്ന് രാത്രി ഞാൻ എൻ്റെ ഭവനത്തിൽ പോയി. ആ രാത്രി മുഴുവനും ദൈവസന്നിധി മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. കർത്താവേ, എൻ്റെ കുഞ്ഞിന് പൂർണ്ണമായൊരു വിടുതലും സൗഖ്യം നൽകണം. നീ അയക്കുന്നിടത്ത് ഞാൻ പോയി കർത്താവിന്റെ വേല ചെയ്യാം. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇനി ദൈവവേല ചെയ്തു കൊള്ളാമെന്ന് ദൈവസന്നിധിയിൽ അന്ന് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ ഞാൻ എൻ്റെ മകനെ കാണുവാൻ വരുമ്പോൾ പൂർണ്ണ സൗഖ്യത്തോടെ, ഇത് കള്ളമല്ല, അന്ന് അവിടെ എൻ്റെ കുഞ്ഞിനോട് കൂടെ അടുത്ത ബെഡിലൊക്കെ ഉണ്ടായിരുന്ന പലർക്ക് അത്ഭുതമായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് അവന് അത്രയും സൗഖ്യം വരുവാനിടയായത്. എൻ്റെ കുഞ്ഞ് ഓടി പപ്പ എന്ന് വിളിച്ചോണ്ട് എൻ്റെ അടുക്കൽ ഓടി വന്ന് ഞാൻ അവനെ വാരി എടുക്കുവാനിടയായി. അന്ന് ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഭാര്യയോട് പറഞ്ഞ്, ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല, രാത്രി മുഴുവൻ ദൈവസന്നിധിയിലിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു, എന്നെ ദൈവവേല ചെയ്യണം, ദൈവം അയക്കുന്നിടത്ത് പോയി ദൈവവേല ചെയ്യാമെന്ന് ഞാൻ ഇന്നലെ രാത്രി സമർപ്പിക്കുവാനിടയായി. നമുക്ക് കുടുംബമായി ഇനി പൂർണ്ണമായിട്ട് ദൈവവേലയ്ക്ക് ഇറങ്ങണമെന്ന് പറയുവാനിടയായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭവനത്തിലേക്ക് വന്നു. ആ ഒരു തീരുമാനപ്രകാരം ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ എൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെയും ആത്മീയരാൾ അല്ലെങ്കിൽ ആത്മീയരെന്ന് പറയുന്നവരുടെ ഇടയിൽ നിന്ന് തന്നെ എൻ്റെ ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ കടന്നു വരുവാനിടയായി. ഞാൻ ആ കടന്നു വന്ന്, അപ്പൊ എൻ്റെ ദൈവദാസൻ പറഞ്ഞ്, നമുക്ക് 21 ദിവസം ഉപവാസം ഇരിക്കണം. ഞാനും അദ്ദേഹത്തോട് ചേർന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ 21 ദിവസം ഉപവാസം ഇരുന്നു. 21 ദിവസവും വരുന്ന ദൈവദാസന്മാരൊക്കെ എന്നോട് ദൂത് പറയുന്നത്, ദൈവവേലയ്ക്ക് ഇറങ്ങണം, പൂർണ്ണമായി ഇറങ്ങണം. നിങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ വിഷയങ്ങളുണ്ടാകും, നിങ്ങളൊരു മനുഷ്യൻ പോലും അടുപ്പിക്കത്തില്ല, ബന്ധുക്കളെല്ലാം നിങ്ങളെ അകറ്റി നിർത്തും, ഒരു പട്ടിയെ പോലെ നിങ്ങളെ എല്ലാവരും പുച്ഛത്തോടെ കാണുന്ന ഒരു കാലഘട്ടം വരുമെന്ന് പറയുവാനിടയായി. എന്നാൽ അന്ന് ആ സമയത്ത് ദൈവവചനം അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവദാസൻ തന്നെ പലപ്പോഴും ആരാധനയ്ക്ക് കഴിയുമ്പോൾ എന്നോട് പറയും, സഹോദരാ, നിങ്ങളങ്ങനെ ഇരിക്കരുത്, ഞാൻ നിങ്ങളെ പിടിച്ചു നിർത്തൂല, നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു നിങ്ങൾ ദൈവവേലയ്ക്ക് ഇറങ്ങണം, അതിനുവേണ്ടി സമർപ്പിക്കണം, ആലോചനകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റേ, എൻ്റെ ആഗ്രഹം അത് തന്നെ, ഉപവാസം കഴിഞ്ഞിട്ട് ഇനി ദൈവവേലയ്ക്ക് ഇറങ്ങണം, ദൈവം അയക്കുന്നിടത്ത് പോകണം എന്നൊക്കെ പറഞ്ഞു. ആ ഉപവാസമൊക്കെ കഴിഞ്ഞു, പ്രാർത്ഥിച്ചു, അങ്ങനെ മടങ്ങി വന്ന് എൻ്റെ ഭവനത്തിൽ വന്നു. ഞാൻ ദൈവത്തിന് ഇത് ശരിക്കും പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ആരാണ് ഒരു സഹായം അല്ലെങ്കിൽ ദൈവത്തിലേക്കുള്ള ഒരു വഴി ഉറക്കി തരുന്ന ആരാണ്? ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നെ സ്നാനപ്പെടുത്തി എൻ്റെ കൊച്ചുനാൾ മുതൽ ഞങ്ങളുടെ ഇന്ത്യ വേൾഡ് ചർച്ചിൽ പാസ്റ്ററായിട്ട് കടന്നു വന്ന ദൈവദാസന്റെ മുഖം എന്നെ 2 പ്രാവശ്യം കാണിക്കുവാനിടെ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞ്, ഇങ്ങനെ ദൈവദാസനെയാണ് കാണിക്കുന്നത്, എന്നെ സ്നാനപ്പെടുത്തിയ എൻ്റെ ആത്മീയ പിതാവിനെയാണ് കാണിക്കുന്നത്, നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടാലോ? അങ്ങനെ ഞങ്ങൾ അവിടെ കടന്നു പോകുവാനിടെ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് ദൈവവേല ചെയ്യണം, എന്നാൽ പലരും അതിനുള്ള അവസരങ്ങൾ തരുന്നില്ല, എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവദാസനെ കാണിച്ചത് എന്നോട് പറഞ്ഞു, മോനെ, നീ ഇനി വേറെ അടുത്തും പോകണ്ട, നീ എൻ്റെ കൂടെ നില്ല്. അദ്ദേഹത്തിന് വലിയൊരു പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അദ്ദേഹം പറഞ്ഞു, എന്നോട് നില്ല്,
ദൈവം നീ നേരത്തെ വരാത്തതെന്ന് എനിക്ക് ആൾക്കാരെ ആവശ്യമായിരുന്നു. ഇച്ചിരിക്കൂടെ നേരത്തെ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഇപ്പോഴാണ് ഒത്തത്. ആ ശരി, എന്നോട് കൂടെ നില്ലെന്നൊക്കെ പറഞ്ഞ അവിടെ അങ്ങനെ അദ്ദേഹവുമായിട്ട് ആ കൂട്ടായ്മ ഞാൻ എൻ്റെ ദൈവദാസനോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെയാണ്, ഞാനിങ്ങനെ ദൈവത്തിലേക്ക് ഇറങ്ങുകയാണ്, ഇങ്ങനെ ഒരു ദൈവദാസനെ എന്നെ കാണിച്ചു, ഞാൻ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ പോകാം. അതിനെന്ത് സഹോദരാ, നിങ്ങൾ പോയി, നിങ്ങളെ ഞാൻ ഒരിക്കലും പിടിച്ചു നിർത്തത്തില്ല, നിങ്ങൾ ദൈവവേല ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രാർത്ഥിച്ചയച്ച ദൈവദാസൻ. ഞാൻ ആ ചെന്ന ദൈവദാസനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ അദ്ദേഹം എന്നെ പിറ്റേ ആഴ്ച കൊല്ലത്തുള്ള ഒരു സ്ഥലത്ത് മൺട്രോ തുരുത്തുന്ന സ്ഥലത്ത് എന്നെ സുവിശേഷ വേലയ്ക്ക് അല്ലെങ്കിൽ ചർച്ചിലേട്ടെന്ന പാസ്റ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് എന്നെ അയക്കുവാനിടയാ. അവിടെ കടന്നുപോയി ശുശ്രൂഷിച്ചു. അപ്പൊ അവിടെയുള്ളവരും പറഞ്ഞു, പാസ്റ്റർ മതി, ഞങ്ങൾക്ക് മറ്റാരും വേണ്ട, പാസ്റ്റർ നന്നായി ശുശ്രൂഷിക്കുന്നുണ്ടല്ലോ, ഞങ്ങളത് ദേവദാസനെ വിളിച്ച് പറഞ്ഞോളാം, പാസ്റ്റർ മതിയെന്ന്. അങ്ങനെ ഞാനും വളരെ സന്തോഷത്തോടെ വന്നു. എന്നാ പിറ്റേ ആഴ്ചയിൽ ഞാൻ ഈ ദേവദാസന്റെ അടുക്കൽ ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ, ഞങ്ങൾ കുടുംബത്തോടെ ചെല്ലുമ്പോൾ ദേവദാസന് വേണ്ടത്തൊരു സന്തോഷമോ മുഖത്തൊരു സന്തോഷമോ ഞങ്ങളെ കണ്ടിട്ട് യാതൊരുവിധ സ്നേഹമോ പ്രകടനങ്ങളോ ഒന്നും കാണിക്കാതിരുന്നപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. എന്നാൽ ആരാധനയൊക്കെ കഴിയുന്നതുവരെ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ആരാധന കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, വിനു, നീ അത് ഇന്ന പാസ്റ്ററുമായിട്ട്, നിങ്ങളുടെ പാസ്റ്ററുമായിട്ട് പിണങ്ങിയാണോ വഴക്കൂടിയാണോ വന്നത്? അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞ്, അവിടെ വഴക്കൂടിയിട്ടാണ് നീ വന്നത്, അതുകൊണ്ട് അടുത്ത ആഴ്ച വരുമ്പോൾ അവിടെ നിന്നൊരു പേപ്പറും കൂടി വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. എനിക്ക് വളരെ ഭാരം തോന്നി. ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല പാസ്റ്റർ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹം സമ്മതിച്ച് അദ്ദേഹത്തിന് അനുവാദത്തോടു കൂടിയാണില്ല. അദ്ദേഹം പറഞ്ഞ അങ്ങനെയല്ല, വഴക്കും കൂടിയിട്ടാണ് ഇറങ്ങിയതെന്ന് പറയുവാനിടയായി. ഞാനന്ന് എൻ്റെ മക്കളെയും കൊണ്ട് അങ്ങനെ ആരാധന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ, റോട്ടിൽ കൂടെ നടന്നു വരുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തൂകുമ്പോൾ കാര്യം, കർത്താവേ, ഞാനിനി എങ്ങോട്ട് പോകും? ആരുടെ അടുക്കൽ പോകും? നീ ഏത് ചർച്ചിൽ ചെല്ലും? അടുത്ത ആഴ്ച എവിടെയും വരാനൊക്കത്തില്ലല്ലോ, ആ വഴി അടഞ്ഞല്ലോ, ഇനി എങ്ങോട്ട് പോകുമെന്ന് വളരെ ഭാരത്തോടെ കരഞ്ഞുകൊണ്ട് വരുവാനിടയായി തീർന്നു. വളരെ ആഴ്ചകൾ, ആ ദിവസങ്ങളൊക്കെ ഞാൻ രാത്രിയാമങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ നിന്റെ വേലയ്ക്ക് വിളിച്ചു എങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച ഞാൻ ആവശ്യപ്പെടാതെ എന്നെ ഒരു ശുശ്രൂഷ വിളിച്ചേൽപ്പിക്കണം. നീ എന്നെ നിന്റെ വേലയ്ക്കായിട്ട് വിളിച്ചെങ്കിൽ ആരോഗ്യമില്ല, ബലമില്ല, മറ്റുള്ളവരെ പോലെ കായിക ശേഷിയില്ല, മറ്റ് സാമ്പത്തിക ഘടകങ്ങളൊന്നുമില്ല, എങ്കിൽ എന്നെ ദൈവവേലയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന ഞായറാഴ്ചയിൽ ഞാൻ ആവശ്യപ്പെടാതെ എനിക്കൊരു ആരാധന നടത്തുവാൻ അവസരം ദൈവം ഒരുക്കി തരണം. അങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് ആ ശനിയാഴ്ച എൻ്റെ ദേശത്ത്, കടനംകുളം എന്ന സ്ഥലത്തായിരുന്നു എൻ്റെ ദേശത്ത്, അവിടെയുള്ള ഒരു കൂട്ടായ്മയില് ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ വിളിച്ചു, ദൈവവചന ശുശ്രൂഷയ്ക്കായി വിളിച്ചു. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയും കൂടി ശനിയാഴ്ച രാവിലെ കടനംകുളത്ത് വന്നു. ഈ ശുശ്രൂഷയിലേക്ക് വിളിച്ച ഭാഗത്തേക്ക് നടക്കുമ്പോൾ, റോഡിൽ കൂടെ നടന്നു വരുമ്പോൾ എൻ്റെ സഹോദരന്റെ ഭർത്താവ് എന്നെ വിളിച്ചു. എന്നോട് ചോദിച്ചു, പിന്നെ എവിടേക്കാണ്? ഞാൻ പറഞ്ഞ, ഞാനിപ്പോ കടനംകുളത്തുണ്ട്, നമ്മുടെ വീട്ടിനടുത്തുണ്ട്. എന്തെളിയാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നീ എന്തിനാ? ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിച്ച് അങ്ങനെ വന്നതാ. ശരി, പ്രാർത്ഥന കഴിയുമ്പോൾ നീ തിരിച്ചു പോകണ്ട, ഇവിടം വരെ വരണം, എന്നെ കണ്ടിട്ട് പോകാവുള്ളൂ, പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തെളിയാ കാരണം എന്ത്? അതെ, ഞങ്ങളുടെ ദൈവദാസൻ സുഖമില്ലാതെ ആശുപത്രി കിടക്കുകയാണ്, അപ്പൊ നാളെ ആരാധനയ്ക്ക് പോകാൻ ആരെങ്കിലും ഒന്ന് വേണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് നിന്റെ കാര്യമാണ് ഓർത്തത് എന്ന് പറയുവാൻ തുടങ്ങി. ഞാൻ അളിയനോട് സംസാരിച്ചെങ്കിൽ എൻ്റെ കണ്ണുകൾ അറിയാതെ നിറയുവാൻ തുടങ്ങി, കരയുവാൻ തുടങ്ങി. ഞാൻ ആ നടു റോട്ടിൽ നിന്ന് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റിട്ട് കാര്യം, ദൈവം എത്ര വലിയവനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ എളിയവനെയും ആദരിക്കുന്ന ഒരു ദൈവത്തെ ആണല്ലോ ഇന്ന് പൽക്കാലം ആരാധിക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയതെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിക്കുവാനിടയായി. എനിക്ക് എങ്ങനെ ദൈവത്തെ സ്തുതിക്കണമെന്നറിയത്തില്ലായിരുന്നു. അന്ന് പകലിൽ ആ ശുശ്രൂഷയെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. പിറ്റേന്ന് ഞായറാഴ്ച അവിടെ ആരാധനയ്ക്ക് AG സഭയാണ്, ഒത്തിരി ആൾക്കാരുള്ള സഭ. അവിടെ ആരാധനയ്ക്ക് കടന്നുപോയി. കൃപയാലെ ആരാധന നടത്തി, ദൈവവചനം ശുശ്രൂഷിച്ചു. ആരാധന കഴിഞ്ഞപ്പോൾ അവിടുത്തെ ദൈവമക്കൾ പറഞ്ഞു, പാസ്റ്ററെ, ഇനി ഞങ്ങളെ കൂടെ നില്ലേ, പാസ്റ്റർ എടുത്തും പോകണ്ട, നമ്മുടെ ദൈവദാസന് സുഖമാകുന്നത് വരെ ഇവിടെ നിൽക്കെന്ന് പറയുവാനിടയിൽ അങ്ങനെ ഞാൻ അവിടുത്തെ വിശ്വാസികളോട് കൂടി തന്നെ ആശുപത്രി എന്ന് അവർ ഞായറാഴ്ച ദേവദാസനെ കാണുവാൻ പോകുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കൂടി അവരെ കൂടെ പോയി ആശുപത്രിയിൽ പോയി ദേവദാസനെ കാണുമ്പോൾ ദേവദാസൻ പറഞ്ഞു, ഇനി അടുത്തും പോകണ്ട, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലും 2 മാസത്തോളം ബെഡ് റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്, ശബ്ദമൊന്നും ഉയർത്താൻ പാടില്ലെന്ന് പറയുന്നു.
അതുകൊണ്ട് എനിക്ക് പൂർണ്ണ സൗഖ്യമാകുന്നത് വരെ അവിടെ ആരാധന നടത്തണം എന്ന് പറയുവാനിടയായി. കൃപയാലെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ചില നാളുകൾ ദൈവവിലയോടുള്ള ബന്ധത്തിൽ തുടർന്ന് മുന്നോട്ട് പോകുവാനിടയായി. അങ്ങനെ ദൈവവിലയുമായിട്ട് അത് ആ സഭയോട് ചേർന്ന് അദ്ദേഹത്തോട് ചേർന്ന് അത് ആ നാളുകൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും ഒരു ഭാരം, സ്വതന്ത്രമായ ഒരു ദൈവവില ചെയ്യണമല്ലോ, പ്രവർത്തിക്കണമല്ലോ, എന്ത് ചെയ്യുമെന്നിങ്ങനെ ആ സമയത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം തന്നെ കടയ്ക്കൽ എന്ന സ്ഥലത്തൊരു ശുശ്രൂഷ ഏജിയോടുള്ള അതേ ആ ബ്രാഞ്ചിനോടുള്ള ബന്ധത്തിൽ, ആ സഭയോടുള്ള ബന്ധത്തിൽ ബ്രാഞ്ചായിട്ട് കടയ്ക്കൽ എന്ന പ്രദേശത്ത് ഒരു ശുശ്രൂഷ തുടങ്ങി. അവിടെ കടന്നു പോകുവാനിടയായി. അവിടെയും കടന്നുപോയി. ആ ദേശത്തൊക്കെ ഒത്തിരി ഭവനങ്ങൾ കയറിയിറങ്ങുവാനും ദൈവാലോചനകൾ അറിയിക്കുവാനും ഒത്തിരി പേര് ആ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാനിടയായി. കൂട്ടായ്മയിലേക്ക് ഒത്തിരി പേര് ആ സമയത്ത് അവിടെ ആരും ഇല്ലാതിരുന്ന ഒരു കൂട്ടായ്മയായിരുന്നു, ഒരു ഭവനത്തിൽ വെച്ചായിരുന്നു. എന്നാൽ കൂട്ടായ്മയിലേക്ക് ആൾക്കാരൊക്കെ കടന്നു വരുവാൻ തുടങ്ങിയപ്പോൾ ആ ഭവനത്തിലെ എനിക്ക് പറയണമെന്നൊരു കാര്യം, ഞാൻ സാക്ഷ്യം ചുരുക്കി പറയാത്തത് പലപ്പോഴും ഇത് ചില ദൈവദാസന്മാരെയും ആത്മീയത്തിൽ നിൽക്കുന്നവരൊക്കെ ബാധിക്കുവാനിടതുകൊണ്ട് എനിക്ക് പറയാൻ തന്നെ ഒരു ഭയമാണ്. എങ്കിലും പറയട്ടെ, അവർക്ക് എന്നോട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 2 വർഷത്തോളം അവിടെ ശുശ്രൂഷിച്ചു ആൾക്കാരൊക്കെ വന്നപ്പോൾ അവർ എന്നെ മാറ്റണം എന്നുള്ളൊരു പിടിവാശിയിൽ നിന്നു. അങ്ങനെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇയാളെ വേണ്ട എന്ന് എന്നെ അത് കൊണ്ടാക്കിയ ദേവദാസനോട് പറഞ്ഞു. എന്നാലും അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. വീണ്ടും ഞങ്ങൾ ആ സഭയിൽ വന്ന് അവിടെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് അസിസ്റ്റന്റായിട്ട് നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കാലഘട്ടം. പലപ്പോഴും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, കർത്താവേ, ഒരു കൈ പിടിച്ചുയർത്തുവാൻ, അല്ലെങ്കിൽ ആത്മീയത്തിൽ നിലനിൽക്കുവാൻ, അല്ലെങ്കിൽ പ്രയോജനമുള്ളവനെന്ന് കാണുമ്പോൾ പലയിടത്തുനിന്നും എനിക്ക് നിന്ദയും പരിഹാസവും അല്ലെങ്കിൽ ഒറ്റപ്പെടലും ഒക്കെ ആണല്ലോ ഉള്ളത്. ഇനി എന്ത് ചെയ്യുമെന്നിങ്ങനെ വളരെ ഭാരപ്പെട്ടു. ആ സമയത്ത് എന്നെ ഒരു ദൈവദാസൻ ഒരു 10 മിനിറ്റ് ഞാനൊരു ദൈവദാസന്റെ സ്ഥലത്ത് വെച്ച് അല്പനേരം 10 മിനിറ്റ് പരിചയപ്പെടുവാനും സംസാരിക്കുവാനും തുടങ്ങി. അദ്ദേഹം എന്നോട് പറഞ്ഞ ഭാഷയെ നമുക്ക് വീണ്ടും കാണാം. അദ്ദേഹത്തെ വീണ്ടും കാണാനുള്ള യാതൊരു സാഹചര്യം ഇല്ലായിരുന്നു, സാധ്യതകളില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു വീണ്ടും നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ വെച്ച് പിരിഞ്ഞു. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ശനിയാഴ്ച രാത്രിയിൽ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, അബ്ബാസേ, ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് അയച്ചാൽ പോകുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോവാൻ പാസ്റ്റേ, പക്ഷേ ദൈവഹിതമാണെങ്കിൽ പോകുന്നുള്ള പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കും, ദൈവഹിതം ഉണ്ടെങ്കിൽ. എന്നോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ സഭയിൽ വന്ന്, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ വന്ന് ദേവദാസനോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്, ഒരു വഴി തുറന്നിട്ടുണ്ട് ദൈവം, ഞാൻ പോകട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, പിന്നെ ഒന്ന് പോയി നോക്കുമ്പോൾ ഞാനിങ്ങനെ ഏരിയൊക്കെ പറഞ്ഞു പോയി നോക്ക്, എത്രത്തോളം വിജയിക്കുമെന്ന് അറിയത്തില്ല, എങ്കിലും ചെല്ലെന്ന് പറഞ്ഞെന്നെ പ്രാർത്ഥിച്ചു അയച്ചു. അങ്ങനെ പിറ്റേ ഞായറാഴ്ചയിൽ ഞാനും എൻ്റെ കുടുംബമായിട്ട് ഈ ദേശത്ത് വന്നു. ഇപ്പോൾ പാർക്കുന്ന ഈ ദേശത്ത് പാലോട് ഇലവുപാല എന്ന സ്ഥലത്ത് വന്നു. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, പാസ്റ്റർ എങ്ങനെയാണ് എന്നിങ്ങനെ നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ ഒരു തോന്നിയതെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുമായിട്ട് ആ 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ ദൈവാത്മാ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കാനുള്ള മനുഷ്യരല്ല, നിങ്ങൾ കൂടി ദൈവത്തിന് ഒത്തിരി പദ്ധതികളുണ്ട്, അത് നിറവേറണമെന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിപ്പാനിടയാ എന്ന് പറയുവാനിടയായി. അങ്ങനെ എന്തായാലും ഇവിടെ ഇലവുപാലം എന്ന സ്ഥലത്ത് വന്നു. ഞങ്ങൾക്ക് പരിചയമില്ലാതെ, ആരുമായിട്ട് അങ്ങനെ പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. എന്നാൽ ഇവിടെ വന്ന് ഞാൻ വരുമ്പോൾ 4 മാസം ഈ സഭ അടച്ചിട്ടിരിക്കുകയായിരുന്നു. 4 മാസം കൊണ്ട് പ്രാർത്ഥനകളോ കൂട്ടായ്മകളോ ഇല്ല. അവിടെ സെന്റർ നയിക്കുന്ന ദേവദാസന്മാരിവിടെ ഞായറാഴ്ച വരും, അവർ പായിട്ട് ഇരിക്കും, ഒത്തിരി നേരം ഇരിക്കും, ആരെയും കാണൂല, അവർ പ്രാർത്ഥിച്ചിട്ട് അടച്ചിട്ട് പോകും. അങ്ങനെയുള്ള ഒരു സഭയായിരുന്നു, ആരുമില്ലായിരുന്നു. കൃപയാലെ ദൈവം കൊണ്ടുവന്നു. അന്നേൻ്റെ അന്നേനെ ഞാനും എൻ്റെ വൈഫും ദേശത്ത് ഇറങ്ങി. ഇവിടെ വന്നുകൊണ്ടിരുന്നവരുടെ വീട്ടിലൊക്കെ ചെന്നു, പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ പുതിയതായിട്ട് വന്ന ദേവദാസനാണ്, ആരാധനയ്ക്ക് വരണമെന്ന് പറഞ്ഞു. എന്തായാലും അവരൊക്കെ പിറ്റേ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നു. അന്ന് മുതൽ കൂട്ടായ്മ തുടങ്ങി. എന്നാൽ ദൈവമക്കളെന്ന അഭിമാനിക്കുന്ന ദേശത്ത് ഒത്തിരി ദൈവമക്കളുള്ള സ്ഥലമാണ്. എന്നാൽ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന പറയുന്ന ഒരു കൂട്ടം ജനം ഒരു പാസ്റ്ററുടെ യോഗ്യതകളോ ക്വാളിറ്റികളോ ഇല്ലാത്തത് കൊണ്ടായിരിക്കണം, പൊക്കമോ വണ്ണമോ നിറമോ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ഒരു ദൈവദാസനായിട്ട് അംഗീകരിക്കാൻ അവർക്കൊരു മടിയായിരുന്നു.
ഞാൻ പലപ്പോഴും ദൈവമക്കളാണെന്ന് കാണുമ്പോൾ ചിരിക്കാനും പരിചയപ്പെടുവാനൊക്കെ നോക്കുമെങ്കിൽ അവർ പെട്ടെന്ന് മുഖം തിരിച്ചു കളയും. അതൊക്കെ വളരെ ഭാരമായി എനിക്ക് തോന്നുവാനിടയായി. അതാവേ, ദേശത്ത് വന്നിട്ടും ദൈവമക്കളെ പോലും ഒന്ന് പരിചയപ്പെടാക്കുന്നില്ലല്ലോ, ആരും വരുന്നില്ലല്ലോ, ആരും മിണ്ടുന്നില്ലല്ലോ എന്നൊക്കെ ഒരു ഭാരം എൻ്റെ ചുറ്റുമേൽ കടന്നു വന്നു. ഞാൻ ദിവസം ഇത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ ഒരു രാത്രി ഞാൻ പ്രാർത്ഥിച്ചിട്ട് അന്ന് ചൂടിൻ്റെതായ അനുഭവം ഉള്ളത് കൊണ്ട്, വേനൽ സമയമായിരുന്നു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങള് ഹാളിൽ തന്നെ കിടക്കുകയായിരുന്നു. അങ്ങനെ കിടന്ന് പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇന്ന് കിടക്കുമ്പോൾ എൻ്റെ കണ്ണ് പെട്ടെന്ന് അടഞ്ഞ ഒരു മയക്കം പോലെ വന്ന് ഒരു ദർശനം കണ്ടു. ഞാൻ ചാടി എഴുന്നേറ്റ് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, 3 ശവപ്പെട്ടി ദൈവം എന്നെ കാണിക്കുന്നു, അടുപ്പ് കൂട്ടി വെച്ചിരിക്കുന്നത് പോലെ 3 ശവപ്പെട്ടി എന്നെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞ്, നമ്മുടെ ആരാധനയ്ക്ക് വരുന്ന കുടുംബങ്ങൾക്ക് ഒരു ദോഷം വരരുത്, നമ്മുടെ കുടുംബത്തിനകത്ത് ആർക്കൊരു ദോഷം വരും, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ സമയത്ത് തന്നെ വരുന്ന വിശ്വാസികളൊക്കെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഒരു ദർശനം ദൈവം കാണിച്ചു, പ്രാർത്ഥിക്കണം, നമ്മുടെ ആരുടെയും കുടുംബങ്ങൾക്കകത്ത് അനർത്ഥം വരാതിരിക്കേണ്ട ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച എനിക്ക് എൻ്റെ കുടുംബത്തിലെ പ്രാർത്ഥനയുടെ ബന്ധത്തിൽ ഞാൻ കടന്നുപോയി. ചില ദിവസങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ബുധനാഴ്ച രാവിലെ എൻ്റെ സഭയിൽ വരുന്നൊരു സഹോദരൻ എന്നെ വിളിച്ചിട്ടുണ്ട്, പാസ്റ്റേ 3 അപകട മരണം ഇവിടെ സംഭവിച്ചു. പാസ്റ്റർ പറഞ്ഞതുപോലെ 3 പേരും ഒരു ബൈക്കിൽ വന്ന് വണ്ടി ഇടിച്ച്, ലോറി ഇടിച്ച് സ്പോട്ടിൽ തന്നെ അവർ മരിക്കുവാനിടയായി. കൃപയാലെ പറയട്ടെ, എൻ്റെ സഹോദരിമാര്, ഇവിടെ കടന്നു വരുന്ന സഹോദരിമാര് അയൽക്കൂട്ടങ്ങളിൽ നിന്ന് വരുന്നവരുണ്ടായിരുന്നു. അവരൊക്കെ ചെന്ന് അയൽക്കൂട്ട സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ ഇങ്ങനെ ഒരു 3 മരണം കാണുന്നെന്ന് പറഞ്ഞു. അതെന്തായാലും ഈ ദേശത്തുള്ള എല്ലാവരും അത് അറിയുവാനിടയായി. അപ്പൊ മരണം സംഭവിച്ചപ്പോൾ അത് കേട്ടവർക്കൊക്കെ പറഞ്ഞു, അയ്യോ അത് പാസ്റ്റർ പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അതുപോലെ ചില വെളിപ്പാടുകളും ചില കുടുംബങ്ങൾ അനർത്ഥങ്ങളൊക്കെ ദൈവം എന്നെ കാണിച്ചു. അതൊക്കെ സഭയിൽ പറഞ്ഞു. അതിനുശേഷം ഒരു ദേവദാസൻ എന്നുള്ള മാന്യത പൊതുജനത്തിൽ നിന്നും വിശ്വാസികളിൽ നിന്നും ലഭിക്കുവാനിടയായി. എന്നെ കാണുന്ന പലപ്പോഴും വിശ്വാസികൾ പോലും ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും പ്രാർത്ഥിക്കുവാൻ വരുവാനും, മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് പോലും പലരും പ്രാർത്ഥിക്കുവാൻ വന്നു, ദൈവാലോചന കേൾക്കുവാൻ വന്നു. ഒത്തിരി പേര് വന്ന് ദൈവം സഭയെ വളർത്തി. അങ്ങനെ ഇന്ന് കൃപയാലെ ദൈവിക നാമത്തിന് വേണ്ടി സന്തോഷത്തോടെ ദൈവിക പാദപീഠത്തിലായിരിക്കുന്നു. എങ്കിലും പലപ്പോഴും പല ദേവദാസന്മാരും എന്നെ പരസ്യോഗത്തിനൊക്കെ വിളിക്കും. നന്നായി വചനം പ്രസംഗിക്കുന്നത് കൊണ്ടായിരിക്കാം പിന്നീട് അവരെന്നെ വിളിക്കത്തില്ല. വിളിക്കാമെന്ന് പറയും, പക്ഷെ പിന്നെ പലപ്പോഴും ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, കർത്താവേ, ദൈവം തന്ന കഴിവും കൃപയാണല്ലോ, എന്നാൽ പലപ്പോഴും ആത്മീയരിൽ നിന്ന് തന്നെയാണല്ലോ എന്നെ അകറ്റി നിർത്തുന്നത് എന്നുള്ളൊരു ചിന്താഭാരം ഉണ്ടെങ്കിലും ദൈവം ഇതുവരെ നിലനിർത്തുവാനിടെ ദൈവവേല ഇവിടെ ആയിരിക്കുമ്പോൾ ഒത്തിരി പോരുകൾ, പോരാട്ടങ്ങൾ, മാനുഷിക പൈശാചിക വെല്ലുവിളികളൊക്കെ കടന്നൊന്ന് ഓട്ടിക്കുമെന്ന് പലരും പറഞ്ഞു. ഒരു ദൈവദാസൻ തന്നെ എൻ്റെ സംഘടന വിളിച്ചു പറഞ്ഞ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഘടന ഈ ദേശത്ത് ഉണ്ടാകത്തില്ല, നാളെ നിങ്ങൾക്കൊരു പള്ളി ഉണ്ടാകത്തില്ല, ഇങ്ങനെ ഒരു ദൈവദാസൻ നിങ്ങൾക്ക് കാണത്തില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എൻ്റെ സംഘടന പ്രസിഡന്റ് ചോദിച്ചു, എന്താണ് വിഷയം? അതിവിടെ ഒരു സഭ മതി, അത് ഞങ്ങളുടെ സഭ മതി, നിങ്ങളുടെ സഭ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ ഒത്തിരി. അങ്ങനെ ദൈവദാസനെ വിളിച്ചു, എന്താണ് വിഷയം? ഞാൻ പറഞ്ഞു, പാസ്റ്റർ, അവിടെ നിന്ന് 2 വിശ്വാസികളെ ഇവന്റെ പ്രവൃത്തി കൊണ്ട് അവരിവിടെ വരണമെന്ന് എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞ്. ഞാൻ പറഞ്ഞ്, എന്തായാലും സംഘടന അറിയിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എന്നോട് പറഞ്ഞ അവരെ വിളിക്കണ്ട, അവരങ്ങോട്ട് തന്നെ പോട്ട്. പക്ഷേ കൃപയാലെ പറയട്ടെ, ആ ദൈവജനത്തിന് ഇവിടെ വരണമെന്ന് അവർ നിർബന്ധപൂർവ്വം പറഞ്ഞ എൻ്റെ സംഘടന ദൈവദാസനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ എന്തായാലും ബിനു പാസ്റ്റർ പള്ളിയിലേക്ക് പോകുന്നുള്ളെന്ന് അവർ പറഞ്ഞു. ബിനു പാസ്റ്ററിന് യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാകത്തില്ല, പാസ്റ്റർ ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ദൈവദാസന്റെ സമ്മതത്തോടെ അവർ കടന്നു വരുവാനിടയായി. പറയട്ടെ, എന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ഒത്തിരി ദേവദാസന്മാരെ ഈ ദേശത്ത് നോട്ടിക്കുമെന്ന് വെല്ലുവിളിച്ചവർ ഒത്തിരി പേരെ ദൈവം വന്ന വഴിയെ കൊണ്ടുപോയെങ്കിലും കൃപയാലെ വർഷങ്ങളോളം 8 വർഷത്തോളമായി ഈ ദേശത്ത് ദൈവവേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. പ്രതികൂലങ്ങൾ ഒട്ടനവധി കടന്നു വന്നെങ്കിലും ജീവിതത്തിൽ ദൈവം തന്നതായ ദർശനവും ആലോചനയും അറിയിച്ചു ഇതുവരെയും എൻ്റെ മിടുക്കും എൻ്റെ കഴിവോ അല്ല, ദേശത്ത് ദൈവവേലയുടെ ബന്ധത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കാലം എൻ്റെ സാക്ഷ്യം ഈ ചാനലിൽ കൂടി കേൾക്കുന്ന ദൈവജനത്തോടും അഭിഷിക്തന്മാരോട് പറയട്ടെ, എവിടെ നമ്മെ ഒറ്റപ്പെടുത്തുന്നുവോ, എവിടെ നമ്മെ തള്ളിക്കളയുന്നുവോ, എവിടെ നമ്മെ നിന്ദിക്കുന്നുവോ, എവിടെ പരിഹസിക്കുന്നോ,
ആ ദേശത്ത് അതിന്റെ നടുവിൽ തന്നെ നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകുന്നത്. പറയട്ടെ, ഞാൻ സുവിശേഷ വേലയിൽ ഇറങ്ങി സമയത്ത് ജോലിക്കൊന്നും പോകാതെ ഭവനത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ അതിൻ്റെതായ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഭാര്യയുടെ സഹോദരങ്ങളൊക്കെ ഞങ്ങളെ ഒരു ഒരു നികൃഷ്ട ജീവികളെ പോലെ കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യയുടെ സഹോദരിക്ക് എങ്ങനെ പറഞ്ഞു, എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിന്റെ ജീവിതം പോയി, നിന്റെ ജീവിതം നശിച്ചു പോയി, നിനക്കിനി ഒരു ജീവിതം ഇല്ല. ഞാനിത് എൻ്റെ ചെവി കൊണ്ട് എൻ്റെ മുറിയിൽ കേട്ടുകൊണ്ട് ഞാൻ വളരെ എൻ്റെ ഭാര്യ എന്നപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് നിറഞ്ഞ കണ്ണുകളോട്, നിന്റെ ജീവിതം പോയില്ലേ, നിന്റെ ജീവിതം പോയില്ലേ എന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു. എന്നാൽ അവളൊന്നും മിണ്ടിയില്ല. അപമാനിച്ചിട്ടുണ്ട്, ഒന്നിനും പോവാതെ ഒന്നിനും കൊള്ളാത്തവൻ അങ്ങനെ നോക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ അപമാനിച്ചിട്ടുണ്ട്, എന്നെ നിന്ന് നല്ലൊരു ഉടുപ്പിട്ടുണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ ചെല്ലാൻ പറ്റുമെങ്കിൽ പറയും, എന്തിനാ ഇത്രയും കൂടിയ തുണി വാങ്ങിച്ചത്, 100 രൂപയ്ക്കുള്ള ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടാ പോരെ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി. അപ്പൊ നിനക്ക് അതിനുള്ള കഴിവില്ലല്ലേ, കൂടിയത് വാങ്ങിക്കാനുള്ള കഴിവില്ലല്ലേ എന്നൊക്കെ പറയുന്ന പലപ്പോഴും എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മാതാപിതാക്കൾ വളരെ തിക്ത അനുഭവങ്ങൾ സുവിശേഷ വേലയിൽ പൂർണ്ണമായി സമർപ്പിച്ചിറങ്ങിയപ്പോൾ ഉണ്ടായി. എൻ്റെ മാതാപിതാക്കളെ അതൊന്നും പറയാൻ പറ്റത്തില്ല. എൻ്റെ മാതാപിതാക്കൾ പലപ്പോഴും എനിക്ക് എൻ്റെ ഭവനത്തിൽ ചെല്ലും എൻ്റെ മാതാപിതാക്കളെ സഹോദരന്മാരുടെ മുമ്പിൽ നിന്ന് കണ്ണുനീരോടെ ഇറങ്ങി വരേണ്ട ഒരു അനുഭവം ഉണ്ട്. അതെനിക്ക് ഇതിൽ കൂടി പറയാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു അനുഭവം, കണ്ണുനീരോടെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നു. വീട്ടിനകത്ത് ഒറ്റപ്പെട്ടു, സഹോദരങ്ങളെ ഒറ്റപ്പെട്ടു, ബന്ധുമിത്രാദികൾ നല്ലൊരു കാര്യം, കല്യാണം, വീട്ടിലെ പാലുകാച്ച്, അങ്ങനെയുള്ള ചടങ്ങിനൊക്കെ വന്നാൽ ഞങ്ങളോട് പറയത്തില്ല. കാര്യം അവനെ കൊണ്ട് കഴിവില്ല, വരാൻ പറ്റത്തില്ല, അവൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞ് ഞങ്ങളെ മാറ്റി നിർത്തിയ ഒത്തിരി. അവരൊക്കെ അനിയത്തിയെ താഴെ ഇറങ്ങിപ്പോ മറ്റു സഹോദരങ്ങളൊക്കെ വിളിച്ചിട്ട് തിരികെ ഞങ്ങളുടെ മുഖത്ത് പോലും നോക്കാതെ പോകുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്നറിയാതെ കണ്ണുനീര് വന്നിട്ട് ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, ഈ അവസ്ഥയ്ക്ക് എന്നൊരു മാറ്റം ഉണ്ടാകുമെന്ന്. കൃപയാൽ എന്ന് പറയട്ടെ, ഒത്തിരി ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും ഭാഗത്തിന് പോകുവാൻ ദൈവം ഇപ്പൊ അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി, എന്നെ പരിചയമില്ലാത്ത ഒത്തിരി ദൈവദാസന്മാർ അവിടെ തലമുറകളുടെ ഭാഗത്തിന് പാസ് വരണം, കുടുംബമായിട്ട് വരണം എന്ന് പറയുമ്പോൾ ആ ഭാഗങ്ങൾക്ക് പോയി സംബന്ധിപ്പാൻ ആ ദൈവദാസന്മാരുടെ നിരയിൽ സ്റ്റേജിലായിരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ദൈവത്തോട് കണ്ണുകൾ നിറയുമ്പോൾ ഞാൻ അറിയാതെ പറയും, കർത്താവേ, എളിയവനെ, ഒന്നിനും കൊള്ളാത്തവനെ ഇന്ന് ഈ യോഗ്യതയിൽ പദവിയിൽ ഇരുത്തിയതിന്റെ ദൈവത്തിന്റെ കൃപയെന്ന് മാത്രമാണെന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും മറ്റാരും കാണാതെ എൻ്റെ കണ്ണു നേരെ തുടയ്ക്കാറുണ്ട്. കാര്യം ഞാൻ അത്രത്തോളം വേദന അനുഭവിച്ചൊരു വ്യക്തിയാണ്. സഹോദരങ്ങളിൽ നിന്നും എൻ്റെ മാതാപിതാക്കൾ പോലും അവഗണിച്ച് നടന്നൊരു സമയമുണ്ടായിരുന്നു, കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പകല് പറയട്ടെ, എൻ്റെ വീട്ടിൽ ഒരു പനി വന്നാൽ, ഒരു രോഗം വന്നാൽ, ഒരു അനർത്ഥം വന്നാൽ, ഒരാവശ്യം വന്നാൽ എൻ്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ ആദ്യം വിളിക്കുന്ന എന്നെയാണ്. ഒന്ന് പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി, നീ പ്രാർത്ഥിച്ച വിടുതലുണ്ടാകും, നീ പ്രാർത്ഥിച്ച വിഷയത്തിന് പരിഹാരം വരും. അവർക്കൊരു പ്രാർത്ഥനാ വിഷയം വരുമ്പോൾ ആദ്യം വിളിക്കുന്നത് എന്നെയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എവിടെ നമ്മെ തള്ളിക്കളയുന്നു, എവിടെ നമ്മെ ഒറ്റപ്പെടുത്തുന്നു, എവിടെ നമ്മെ ഉപേക്ഷിക്കുന്നുവോ അതിന്റെ നടുവിൽ നമ്മെ മാനിക്കും, ഒരു യോസേഫിനെ പോലെ നമ്മെ മാനിക്കുന്ന ഒരു ദൈവത്തെയാണ്, ദൈവത്തിന്റെ വേലയിലായിരിക്കുന്ന ദേവദാസന്മാരോട് പറയട്ടെ, എന്ത് പ്രതികൂലം വന്നാലും, എന്ത് സാഹചര്യങ്ങൾ മോശമായാലും, കാലം നമ്മെ വിളിച്ചവന്റെ മുഖത്തേക്ക് വിശ്വസ്തയോടെ നോക്കി യാത്ര ചെയ്യുമെങ്കിൽ ആ ദൈവം നമ്മെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഒന്ന് പറയട്ടെ, വിശ്വസ്തയുടെ ദൈവമുഖത്തേക്ക് നോക്കിയവരാരും ഇന്നുവരെ ലജ്ജിതരായി തീരത്തില്ല. കൃപയാലെ ദൈവം തന്ന കൃപയ്ക്കൊത്ത വേണം. വലിയ വചന വെളിപ്പാടോ വചന കാഴ്ചപ്പാടോ ഇല്ലെങ്കിലും ദൈവം തരുന്ന കൃപയ്ക്കൊത്ത വണ്ണം വിളിക്കുന്ന സഭകളിൽ പോയി ദൈവവചനം ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വിദേശങ്ങളിൽ നിന്ന് പോലും പലരും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പറയാറുണ്ട്, പാസ്റ്ററെ, പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ദൈവം രോഗത്തിന് മേൽ, അല്ലെങ്കിൽ ഭാരപ്പെട്ട വിഷയത്തിന്മേൽ, സാമ്പത്തിക വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിച്ചെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ അകത്ത് വലിയ സന്തോഷം തോന്നുന്നു. കർത്താവേ, ഒരിക്കലും ആർക്കും വേണ്ടാത്ത എന്നെ ഇന്ന് എന്നെ അറിയാത്ത ഒത്തിരി പേര് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എൻ്റെ സഹോദരങ്ങളാരും വിളിച്ചില്ലെങ്കിലും ഒരു ദിവസമെങ്കിലും എന്നെ വിളിക്കാതെ അല്ലെങ്കിൽ എന്നെ പ്രാർത്ഥിക്കാതെ ഇരിക്കുന്ന ആരുമില്ല. ഒത്തിരി പേര് ദിനംതോറും എന്നെ വിളിച്ച് അവരുടെ വിഷയങ്ങൾ പറയുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തിയേക്കാം, മാതാപിതാക്കൾ ഒറ്റപ്പെടുത്തിയേക്കാം, എന്നാൽ അനേക സഹോദരന്മാരെ, മാതാപിതാക്കളെ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുവാനിടയായിത്തീരും. ആ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയുടെ നാളുകൾ മുന്നോട്ട് പോകുവാൻ
എന്നെ കേൾക്കുന്ന എല്ലാ ദൈവഭക്തന്മാരെയും ദൈവദാസന്മാരെയും അഭിഷിക്തന്മാരെയും കുടുംബത്തെയും ദൈവം സഹായിക്കട്ടെ. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന പ്രിയ കർത്താവിന്റെ ദാസനോടുള്ള സ്നേഹവന്ദനം നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുന്ന ഈ സാക്ഷ്യം അനേകരുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു പ്രചോദനമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ തീരാമെന്ന്. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ക്രിസ്തീയ ജീവിതാനുഭവം കർത്താവിൻ്റെ ദാസനിലൂടെ ശ്രദ്ധിക്കുവാൻ ഇന്ന് വലിയവനായ ദൈവം സഹായിച്ചു. പ്രൈസ് ലോർഡ്. ഭവനത്തിൽ നിന്നും സഹോദരങ്ങളുടെ ഇടയിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നൊക്കെ തള്ളപ്പെട്ട അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിലും പലപ്പോഴും ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ താൻ അനുഭവിക്കുമ്പോഴൊക്കെയും അതിൻ്റെ നടുവിൽ നിന്ന് അത് പിന്നത്തേതിൽ മാനിച്ചുയർത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് എന്ന് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സ്വർഗത്തിലെ ദൈവം പിന്നെ നമ്മെ സഹായിച്ചുവല്ലോ. ഈ ദൈവവചനവും കർത്താവിൻ്റെ ദാസൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരട്ടെ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കണ്ണടയ്ക്കാം. ഒരു വാക്ക് ദൈവസനെ പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. പ്രതിലൂടെ നല്ല കേൾപ്പിച്ച നല്ല ജീവിതാനുഭവങ്ങൾക്കായി സ്തോത്രം. അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും തണലും തണുപ്പുമായി തീരട്ടെ. ദാസൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കണമേ. പിന്നെയും കർത്താവ് ഉപയോഗിക്കണമേ. ഒന്നിച്ചെന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.